കൃത്യം രാവിലെ 9:30 ബംഗളൂരുവിലെ ഒരു വലിയ ഓഫീസിന് മുന്നിൽ ആഡംബര കാറുകളുടെ നിരയുണ്ടായിരുന്നു. കാറുകളുടെ വാതിലുകൾ തുറന്നപ്പോൾ ആളുകൾ പുറത്തിറങ്ങി. സ്യൂട്ടും ടൈയും തിളക്കമുള്ള ഷൂസുകളുമായിരുന്നു അവരുടെ വേഷം. ഓരോരുത്തരുടെയും മുഖത്ത് അതിവേഗം മുന്നോട്ടു പോകാനും വിജയിക്കാനുമുള്ള തീവ്രമായ ആഗ്രഹം വ്യക്തമായി കാണാമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു യുവാവ് വളരെ ശാന്തമായ ചുവടുകളോടെ ഓഫീസിന്റെ പ്രധാന ഗേറ്റിന് നേരെ നടന്നു. തോളിൽ ഒരു പഴയ ബാഗ് തൂക്കിയിട്ടിരുന്നു. വസ്ത്രങ്ങൾ ചെറുതായി ചുളുങ്ങിയതും ഷൂസുകൾ വർഷങ്ങളായി ഉപയോഗിച്ചതുപോലെ പഴകിയതുമായിരുന്നു. അവന്റെ പേര് രാഹുൽ. ആരും അവന് ശ്രദ്ധിച്ചില്ല. കാരണം എല്ലാവരുടെയും കണ്ണിൽ അവൻ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ രാഹുൽ ഒരു സാധാരണക്കാരനായിരുന്നില്ല. അവൻ ആ കമ്പനിയുടെ യഥാർത്ഥ അവകാശിയും ഭാവി ഉടമയുമായിരുന്നു. വിദേശത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവൻ അടുത്തിടെയാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഒരു വലിയ കമ്പനിയിൽ ഇന്റേൺഷിപ്പും ചെയ്തിരുന്നു. എന്നാൽ കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കണമെങ്കിൽ അതിനു മുന്നോടിയായി തന്റെ ടീം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ അവൻ സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെക്കാൻ തീരുമാനിച്ചു. ആരാണ് സത്യസന്ധൻ, ആരാണ് മുഖസ്തുതി പറയുന്നത്, ആരാണ് തന്റെ പദവിയുടെ അഹങ്കാരത്തിൽ മനുഷ്യത്വം മറന്നത് എന്നൊക്കെ അറിയാനായിരുന്നു അത്. ഈ ലക്ഷ്യത്തോടെ അവൻ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വേഷം ധരിച്ചു. ചൂലുമെടുത്ത് അരക്കെട്ട് കുനിച്ച് അവൻ ഓഫീസിനകത്ത് പ്രവേശിച്ചു. ഗേറ്റ് കടന്നതും അവനൊരു വേഗതയുള്ള കാൽപ്പെരുമാറ്റം കേട്ടു. ഹൈ ഹീൽസ് ധരിച്ച ഒരു സ്ത്രീ അവനടുത്തേക്ക് അതിവേഗം വരുന്നുണ്ടായിരുന്നു. അവളുടെ പേര് പ്രീതി. അവൾ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. കടുപ്പക്കാരിയും തന്റെ കീഴ്ജീവനക്കാരോട് കർശനമായി പെരുമാറുന്നതിലും അവൾ അറിയപ്പെട്ടിരുന്നു. രാഹുലിനെ കണ്ടതും പ്രീതിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവൾ അവനെ തല മുതൽ കാൽ വരെ നോക്കി. എന്നിട്ട് കടുപ്പത്തിൽ പറഞ്ഞു, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇപ്പോൾ തന്നെ എല്ലാം വൃത്തിയാക്ക്. ഇത് നിനക്കു നിൽക്കാനുള്ള സ്ഥലമല്ല. രാഹുൽ തലകുനിച്ചു. ഒരു നിമിഷം അവന്റെ നെഞ്ചിൽ നേരിയ വേദന അനുഭവപ്പെട്ടു. പക്ഷേ അവൻ മുഖത്ത് ശാന്തത നിലനിർത്തി. അവൻ നിശബ്ദമായി ചൂലെടുത്ത് ഒരു കോണിലേക്ക് മാറി. ഈ അപമാനം സഹിക്കുന്നത് അവന് എളുപ്പമായിരുന്നില്ല. പക്ഷേ തന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നാണെന്ന് അവൻ അറിയാമായിരുന്നു. ഇതൊരു കളിയല്ല, മറിച്ച് വിജയിക്കേണ്ട ഒരു വലിയ പരീക്ഷയായിരുന്നു. പോകുന്നതിന് മുൻപ് പ്രീതി പരിഹാസത്തോടെ പറഞ്ഞു, പഴയ ശുചീകരണ തൊഴിലാളിയെ പോലെ മടിയൊന്നും കാണിക്കരുത്. ഇല്ലെങ്കിൽ അധിക നാൾ ഇവിടെ ഉണ്ടാവില്ല. അവളുടെ വാക്കുകൾ കേട്ട് അടുത്തുള്ള പല ജീവനക്കാരും പുഞ്ചിരിച്ചു. ചിലർ രഹസ്യമായി ചിരിച്ചു. എന്നാൽ മറ്റു ചിലർ തങ്ങളുടെ ഫയലുകളിൽ മുഖമൊളിപ്പിച്ച് കടന്നുപോയി. ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയായി കാണുന്ന ഈ വ്യക്തിയാണ് നാളെ തങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നതെന്ന് ആരും ചിന്തിച്ചില്ല. രാഹുൽ ചൂലുകൊണ്ട് തറയിൽ ഒരു അടയാളം വരച്ചു. മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു, താൻ എല്ലാം കാണും, എല്ലാം സഹിക്കും, ശരിയായ സമയത്ത് സത്യം എല്ലാവർക്കു മുന്നിലും കൊണ്ടുവരും. ഉച്ചഭക്ഷണ സമയത്തെ അന്തരീക്ഷം പതിവ് പോലെ തിരക്കിലായിരുന്നു. പല ജീവനക്കാരും ഉറക്കെ ചിരിച്ചു. രാഹുൽ നിശബ്ദനായി ചൂലുമെടുത്ത് ഒരു കോണിൽ ശുചീകരണ ജോലിയിൽ മുഴുകി. അവന്റെ കണ്ണുകൾ തറയിലായിരുന്നു, പക്ഷേ കാതുകളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സ്ത്രീ ഉറക്കെ ചിരിച്ചുകൊണ്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അയ്യോ നോക്കൂ, പുതിയ ശുചീകരണ തൊഴിലാളി തീർത്തും നാട്ടിൻപുറത്തുകാരനെ പോലെ തോന്നുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വലിയ ഓഫീസിൽ വരുന്നത്. അവളുടെ അടുത്തിരുന്ന മറ്റൊരു പെൺകുട്ടി ഉടൻ പറഞ്ഞു, അതെ, ലിഫ്റ്റിന്റെ ബട്ടൺ പോലും അമർത്താൻ അവൻ അറിയില്ലെന്ന് തോന്നുന്നു. അവരോടൊപ്പം ഇരുന്ന മറ്റൊരു ജീവനക്കാരൻ കൂടുതൽ അപമാനം ചേർത്തു പറഞ്ഞു, നാളെ ഞങ്ങളുടെ കൂടെ ക്യാൻറ്റീനിൽ ഭക്ഷണം ചോദിച്ചു വരരുത്. എല്ലാവരുടെയും ചിരി ഒന്നായി മുഴങ്ങി. അന്തരീക്ഷത്തിൽ വെറുപ്പിന്റെയും അഹങ്കാരത്തിന്റെയും ഗന്ധം പരന്നു. എന്നാൽ രാഹുൽ തല ഉയർത്തിയില്ല. അവന്റെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ മനസ്സിൽ എല്ലാവരുടെയും മുഖങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് യഥാർത്ഥ പരീക്ഷയെന്നും അവിടെയാണ് മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതെന്നും അവൻ അറിയാമായിരുന്നു.
അവൻ എല്ലാവരുടെയും യഥാർത്ഥ രൂപം മനസ്സിൽ കുറിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും തങ്ങളുടെ ചിരിയും കാപ്പിയും കുടിച്ചു കഴിഞ്ഞ് ഭക്ഷണമുറിയിൽ നിന്ന് പോയി. രാഹുൽ അപ്പോഴും ശുചീകരണ ജോലിയിൽ മുഴുകി. അവന്റെ ഉള്ളിൽ എവിടെയോ ദേഷ്യത്തിന്റെ ഒരു തീപ്പൊരി ആളിക്കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ മനസ്സിനെ ശാന്തമാക്കി. വികാരത്തിന് അടിമപ്പെട്ടാൽ തന്റെ മുഴുവൻ പദ്ധതിയും തകരുമെന്ന് അവൻ അറിയാമായിരുന്നു. അവന് ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ടു പോകേണ്ടിയിരുന്നു. ഓഫീസിന് പുറത്ത് ഒരു തിളക്കമുള്ള ആഡംബര കാർ നിന്നു. പ്രീതി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാറിൽ കയറുന്നത് രാഹുൽ ദൂരെ നിന്ന് കണ്ടു. അവളുടെ മുഖത്ത് അഹങ്കാരത്തിന്റെയും പ്രകടനത്തിന്റെയും പ്രതിഫലം വ്യക്തമായിരുന്നു. ഫോണിലൂടെ അവൾ പറഞ്ഞ കാര്യങ്ങൾ രാഹുലിന്റെ ചെവിയിലെത്തി. അതെ ഹണി, ഇന്ന് രാത്രി എന്നെ ഏതെങ്കിലും 5 സ്റ്റാർ റെസ്റ്റോറന്റിൽ കൊണ്ടുപോകണം. എനിക്കൊരു സാധാരണ കഫേയിൽ പോകാൻ കഴിയില്ല. രാഹുൽ ഒരു നിമിഷം ആ രംഗം ശ്രദ്ധയോടെ കണ്ടു. എന്നിട്ട് കണ്ണുകൾ താഴ്ത്തി. ഈ അഹങ്കാരം അധികനാൾ നിലനിൽക്കില്ലെന്ന് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. അധികാരവും പദവിയും എപ്പോഴും മനുഷ്യനെ രക്ഷിക്കില്ല. ഒരു ദിവസം സത്യം എല്ലാവർക്കും മുന്നിൽ വരും. രാഹുൽ ശാന്തമായ ചുവടുകളോടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. വൈകുന്നേരത്തെ തണുത്ത കാറ്റ് അവന്റെ ക്ഷീണിച്ച ശരീരത്തിൽ തഴുകി. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു ദൃഢനിശ്ചയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ഇതൊരു നീണ്ട കളിയുടെ തുടക്കമായിരുന്നു. അവിടെ ഓരോ കള്ളവും ഓരോ അഹങ്കാരവും ഓരോ അനീതിയും തുറന്നു കാട്ടപ്പെടേണ്ടിയിരിക്കുന്നു. തറ ഇപ്പോഴും നനഞ്ഞു കിടന്നു. പെട്ടെന്ന് പ്രീതിയുടെ കടുപ്പമുള്ള ശബ്ദം മുഴങ്ങി. നീയാണോ ഇവിടെ തുടച്ചത്? തറ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണല്ലോ. ആരെങ്കിലും വഴുതി വീണാലോ? നിനക്കെന്താ തീരെ ബുദ്ധിയില്ലേ? രാഹുൽ തല കുനിച്ചു. നിശബ്ദമായി വീണ്ടും തറ വൃത്തിയാക്കാൻ തുടങ്ങി. അടുത്തുള്ള ചില ജീവനക്കാർ പരസ്പരം നോക്കി. ചിലരുടെ മനസ്സിൽ ഒരുപക്ഷെ അല്പം സഹാനുഭൂതി തോന്നിയേക്കാം. പക്ഷെ ആരും വായ തുറക്കാൻ ധൈര്യപ്പെട്ടില്ല. പ്രീതിയെ അവർക്കറിയാമായിരുന്നു. എല്ലാവരും കണ്ണുകൾ മാറ്റിമറിച്ച് തങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചു. ഈ ദിവസങ്ങളിലാണ് രാഹുൽ പഴയ ഒരു ശുചീകരണ തൊഴിലാളിയായ വിജയിനെ കണ്ടുമുട്ടിയത്. വിജയ് വർഷങ്ങളായി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അവൻ ലളിതനും നേർവഴിക്ക് നടക്കുന്നവനുമായിരുന്നു. അധികം സംസാരിക്കാറില്ല. പക്ഷേ അവന്റെ മനസ്സ് വളരെ ശുദ്ധമായിരുന്നു. അവൻ എപ്പോഴും കഠിനാധ്വാനം ചെയ്യും. ആരോടും വഴക്കിന് പോവില്ല. ജീവനക്കാർ പലപ്പോഴും അവനെ കളിയാക്കുമായിരുന്നു. ചിലർ അവനെ വൃദ്ധനായ ശുചീകരണ തൊഴിലാളി എന്ന് വിളിക്കും. ചിലർ അവന്റെ വസ്ത്രങ്ങളെക്കുറിച്ച് കുത്തുവാക്കുകൾ പറയും. പക്ഷേ വിജയ് അതൊന്നും മനസ്സിൽ വെക്കില്ല. രാഹുൽ വിജയിലൊരു പ്രത്യേകതരം തിളക്കം കണ്ടു. അവൻ അവനോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ഇത്രയും വർഷമായി ഇവിടെയുണ്ട്. ആളുകൾ ഇങ്ങനെ അപമാനിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറില്ലേ? വിജയ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ബഹുമാനം മുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇന്ന് ചിരിക്കുന്നവർ നാളെ അത് മറക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ജോലി സത്യസന്ധമായി ചെയ്താൽ മനസ്സ് ശാന്തമായിരിക്കും. ഈ വാക്കുകൾ രാഹുലിന്റെ മനസ്സിനെ സ്പർശിച്ചു. ഈ മനുഷ്യൻ ശാരീരികമായി ദുർബലനായി കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തനാണെന്ന് അവന് തോന്നി. ഉച്ചഭക്ഷണ സമയത്ത് വിജയ് പലപ്പോഴും തന്റെ റൊട്ടി പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. ഓരോ ദിവസവും രാഹുലിന് പകുതി റൊട്ടി കൊടുത്തു പറഞ്ഞു, മോനെ, നീയും കഴിച്ചോ. ഞാൻ ഒറ്റക്കാണ്. എന്റേത് എങ്ങനെയെങ്കിലും കടന്നുപോകും. നീ ചെറുപ്പമാണ്. നിനക്ക് കൂടുതൽ ശക്തി വേണം. രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു. കമ്പനിയിൽ ആദ്യം നീതി ലഭിക്കേണ്ടത് ആർക്കെങ്കിലും ആണെങ്കിൽ അത് വിജയ്ക്കാണെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. അവൻ വിജയുടെ സ്വഭാവത്തിന്റെ ശക്തിയിലും മനസ്സിന്റെ മൃദുത്വത്തിലും മതിമറന്നു. ആ നിമിഷം രാഹുൽ സ്വയം ഒരു വാക്ക് കൊടുത്തു. താൻ ഒരു ദിവസം വിജയ്ക്ക് മാത്രമല്ല, വർഷങ്ങളായി ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഓരോ വ്യക്തിക്കും അവരുടെ അവകാശം തിരികെ നൽകും. പക്ഷേ അവൻ അറിയാമായിരുന്നു, സമയം ആയിട്ടില്ല. അവൻ ഇനിയും ഒരുപാട് സഹിക്കേണ്ടതുണ്ട്. ശരിയായ അവസരത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. ഓഫീസിന്റെ ഓരോ കോണിലും നടക്കുന്ന സംഭവങ്ങൾ രാഹുൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഉച്ചയ്ക്ക് കമ്പനിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി റൂമിൽ നിന്ന് കുറച്ച് പണം മോഷണം പോയതായി വാർത്ത വന്നു. വാർത്ത പരന്നതോടെ ഓഫീസിൽ ബഹളമായി.
എല്ലാവരും തങ്ങളുടെ ഡെസ്കുകളിൽ നിന്ന് എഴുന്നേറ്റ് ചർച്ച ചെയ്യാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, ഒരു പക്ഷേ കണക്കുകളിൽ തെറ്റുപറ്റിയതാകാം. മറ്റു ചിലർ പറഞ്ഞു, ഇത് തീർച്ചയായും ഏതെങ്കിലും അകത്തുള്ള ജീവനക്കാരന്റെ പണിയാണ്. ബഹളം നടക്കുമ്പോഴാണ് പ്രീതി വേഗതയുള്ള ചുവടുകളോടെ ഹാളിലേക്ക് പ്രവേശിച്ചത്. അവളുടെ കയ്യിൽ ചില കടലാസുകൾ ഉണ്ടായിരുന്നു. മുഖത്ത് ദേഷ്യത്തിന്റെ ചുവപ്പ്. അവൾ എല്ലാവരുടെയും മുന്നിൽ ഉറക്കെ പറഞ്ഞു, പണം ആരാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയാം. ഇത് മറ്റാരുടെയും പണിയല്ല, വിജയുടേതാണ്. വിജയ് അത്ഭുതത്തോടെ പ്രീതിയെ നോക്കി. അവന്റെ ശബ്ദം വിറച്ചു. മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെള്ളം വെക്കാൻ വന്നതാണ്. പണത്തിന്റെ പെട്ടിയിൽ ഞാൻ തൊട്ടുകൂടിയില്ല. എന്നാൽ പ്രീതി അവന്റെ വാക്കുകൾ കേട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കടുപ്പമുള്ള വാക്കുകളിൽ അവനെ ശകാരിച്ചു. അവൾ പറഞ്ഞു, നിർത്തൂ. നിങ്ങളെ പോലുള്ളവരാണ് കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. അടുത്തുള്ള ജീവനക്കാർ നിശബ്ദരായി നിന്നു. വിജയ്ക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല. പ്രീതിക്ക് ഉന്നത ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധമുണ്ടെന്നും അവളുമായി വഴക്കുണ്ടാക്കുന്നത് സ്വന്തം ജോലിക്ക് അപകടമാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. HR വിഭാഗത്തെ ഉടൻ വിവരമറിയിച്ചു. അവർ വിജയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. വിജയുടെ മുഖം വിളറി. അവൻ നിശബ്ദമായി തലകുനിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ രംഗം ദൂരെ നിന്ന് കണ്ട രാഹുലിന്റെ മനസ്സ് തകർന്നു. വിജയ് നിരപരാധിയാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ എല്ലാവരും കണ്ണടച്ചു. രാത്രിയിൽ ഓഫീസ് കാലിയായപ്പോൾ രാഹുൽ നിശബ്ദമായി സെക്യൂരിറ്റി റൂമിൽ പോയി. അവിടെ കമ്പ്യൂട്ടറിൽ റൂമിലെ ക്യാമറ റെക്കോർഡിംഗ് തുറന്നു. വിജയ് മുറിയിൽ വന്നു. ഗ്യാലൻ വെച്ചു. ഉടൻ തന്നെ തിരിച്ചുപോയി എന്ന് സ്ക്രീനിൽ വ്യക്തമായി കാണിച്ചു. അവൻ പണത്തിന്റെ പെട്ടിയിൽ തൊട്ടുകൂടിയില്ല. ഇത് കണ്ട് രാഹുൽ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. എന്നാൽ അതോടൊപ്പം അവന്റെ മനസ്സിൽ ദേഷ്യത്തിന്റെ തീ ആളിക്കത്തി. അവൻ ഉടൻ തന്നെ വീഡിയോ കോപ്പി ചെയ്ത് തന്റെ കയ്യിൽ വെച്ചു. സ്വയം പറഞ്ഞു, സമയം മാറുകയാണ്. ഈ അനീതി അധികനാൾ നീണ്ടു നിൽക്കില്ല. ആ രാത്രി രാഹുലിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. താൻ ഇനി വെറുമൊരു കാഴ്ചക്കാരനായി ഇരിക്കില്ല. വളരെ വേഗം ഈ വ്യവസ്ഥയെ തകർക്കുമെന്ന് അവൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ ഒരു പ്രത്യേകതരം ശാന്തതയായിരുന്നു. എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കൃത്യം ആ സമയത്ത് ഓഫീസിന്റെ പ്രധാന ഗേറ്റിൽ ഒരു കറുത്ത ആഡംബര കാർ വന്നു നിന്നു. കാറിൽ നിന്ന് ഒരു സ്മാർട്ട് യുവാവ് പുറത്തിറങ്ങി. തിളക്കമുള്ള സ്യൂട്ടായിരുന്നു അവന്റെ വേഷം. കണ്ണുകളിൽ സ്റ്റൈലിഷ് സൺഗ്ലാസ്, മുഖത്ത് ഒരു പ്രത്യേക ദൃഢതയും. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. കാരണം ഈ യുവാവ് മറ്റാരുമായിരുന്നില്ല, അത് രാഹുലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ തന്റെ യഥാർത്ഥ രൂപത്തിലായിരുന്നു. ഓഫീസിന്റെ ഗേറ്റിൽ നിന്നുള്ള ഗാർഡുകളും മറ്റു ജീവനക്കാരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവർ ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയായി കരുതിയ അതേ യുവാവായിരുന്നു അത്. രാഹുൽ ശാന്തമായ ചുവടുകളോടെ അകത്തേക്ക് പോയി. അവന്റെ കൂടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. കയ്യിൽ ഒരു ഫയലുമായി അവൻ വേഗത്തിൽ രാഹുലിന് പിന്നാലെ നടന്നു. അവർ രണ്ടുപേരും മീറ്റിംഗ് ഹാളിന് നേരെ നടന്നു. കമ്പനിയുടെ എല്ലാ വലിയ മീറ്റിംഗുകളും നടക്കുന്ന ഹാൾ. ഇന്നവിടെ എല്ലാവർക്കുമായി ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ചിരുന്നു. മീറ്റിംഗ് ഹാളിൽ ഓരോരുത്തരായി പ്രവേശിക്കാൻ തുടങ്ങി. ഒരു പുഞ്ചിരിയോടെ പ്രീതി രാഹുലിനെ സ്വാഗതം ചെയ്യാൻ മുന്നോട്ട് വന്നു. പക്ഷേ അവൾക്ക് രാഹുലിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഇതൊരു വലിയ നിക്ഷേപകനോ വിദേശ അതിഥിയോ ആകാമെന്ന് അവൾ വിചാരിച്ചു. പ്രീതി പറഞ്ഞു, സർ, എൻ്റെ പേര് പ്രീതി. ഞാൻ അസിസ്റ്റന്റ് മാനേജറാണ്. ഈ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. രാഹുൽ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി പ്രീതിക്ക് അപരിചിതമായിരുന്നു. പക്ഷേ അതിൽ ഒരു മൗനമായ പരിഹാസമുണ്ടായിരുന്നു. രാഹുൽ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, നന്ദി പ്രീതി. പക്ഷേ നിന്റെ ഐഡന്റിറ്റി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എല്ലാം അറിയാം. പ്രീതി അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ നിമിഷം രാഹുൽ തന്റെ അസിസ്റ്റന്റിനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, മീറ്റിംഗ് തുടങ്ങാം.
സദസ്സിന്റെ തുടക്കത്തിൽ രാഹുൽ ഒരു വലിയ സ്ക്രീൻ ഓൺ ചെയ്തു. വിജയുടെ പേരിൽ കള്ളക്കേസ് ചുമത്തിയ CCTV ദൃശ്യങ്ങൾ സ്ക്രീനിൽ ഓടിത്തുടങ്ങി. നിരായുധനായ ഒരു മനുഷ്യനെ പ്രീതി എങ്ങനെയാണ് എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ചതെന്ന് എല്ലാവരും അത്ഭുതത്തോടെ കണ്ടു. വിജയ് വെറും വെള്ളം നിറച്ച ഗ്യാലൻ വെച്ചിട്ട് പോവുകയായിരുന്നു എന്നും പണത്തിന്റെ പെട്ടി തൊടുക പോലും ചെയ്തില്ല എന്നും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. വീഡിയോ കഴിഞ്ഞപ്പോൾ ഹാളിൽ നിശബ്ദത തളം കെട്ടി. രാഹുൽ ഗൗരവത്തോടെ എല്ലാവരെയും അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെയുണ്ടായിരുന്നു. വെറുമൊരു സാധാരണ മനുഷ്യനായിട്ടല്ല, ഈ സ്ഥാപനത്തിന്റെ ഭാവിയായി. എന്റെ ഈ കുടുംബത്തിൽ ആരാണ് സത്യസന്ധൻ, ആരാണ് വെറും അധികാരത്തിന് പിന്നാലെ പോകുന്നത് എന്ന് എനിക്ക് കാണണമായിരുന്നു. ഇവിടെ ചിലർ തങ്ങളുടെ അഹങ്കാരവും വ്യാജമായ അഹന്തയും കാരണം മറ്റുള്ളവരെ എത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ കഴിയുമെന്ന് ഞാൻ കണ്ടു. സത്യസന്ധനും കഠിനാധ്വാനിയുമായ ഒരു മനുഷ്യന്റെ പേരിൽ എങ്ങനെയാണ് ആരോപണം ഉന്നയിച്ചതെന്നും ഞാൻ കണ്ടു. പ്രീതിയുടെ മുഖം വിളറി. അവൾ പേടിച്ച് വിറക്കുകയായിരുന്നു. അവൾ രാഹുലിനെ നോക്കി ഒന്നും പറഞ്ഞില്ല. രാഹുൽ പിന്നെ വിജയെ വിളിച്ചു. വിജയ് ഇപ്പോഴും ഭയത്തോടെയാണ് സദസ്സിലേക്ക് വന്നത്. രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, വിജയ് ചേട്ടാ, ഇന്നു മുതൽ നിങ്ങൾ ഈ കമ്പനിയുടെ ലോജിസ്റ്റിക് കോർഡിനേറ്റർ ആണ്. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്. ഞാൻ നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നു. വിജയുടെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ മുഖത്ത് സന്തോഷത്തിന്റെയും നന്ദിയുടെയും ഭാവമുണ്ടായിരുന്നു. അവൻ രാഹുലിന് നന്ദി പറഞ്ഞു നിശബ്ദമായി കരയാൻ തുടങ്ങി. അതിനുശേഷം രാഹുൽ എല്ലാവരെയും നോക്കി പറഞ്ഞു, മനുഷ്യത്വവും സത്യസന്ധതയും കുറവുള്ളവർക്ക് ഈ കമ്പനിയിൽ സ്ഥാനമുണ്ടാകില്ല. അതിന്റെ ഫലമായി പ്രീതിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. രാഹുൽ പിന്നീട് പ്രീതിയെ സ്വകാര്യമായി കണ്ടു പറഞ്ഞു, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നിനക്ക് ഇനിയും മാറാൻ സമയമുണ്ട്. അഹങ്കാരം താൽക്കാലിക ബഹുമാനം നൽകും, പക്ഷേ അവസാനം എല്ലാം കവർന്നെടുക്കും. താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അപ്പോൾ പ്രീതിക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തലകുനിച്ച് രാഹുലിന് നന്ദി പറഞ്ഞു പോയി. അടുത്ത ദിവസം മുതൽ എല്ലാം മാറി മറിഞ്ഞു. ജീവനക്കാർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അവന്റെ പദവി, പണം അല്ലെങ്കിൽ വസ്ത്രം എന്നിവയിലല്ല, മറിച്ച് അവന്റെ സ്വഭാവത്തിലും മനുഷ്യത്വത്തിലുമാണെന്ന് അവർ മനസ്സിലാക്കി. ആരെയും ചെറുതായി കാണരുത്. അതാണ് ഈ കഥയിലെ പാഠം. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.